ഹായ്, അസ്സാം വലൈക്കും. ആലു പൊറാത്തയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ആലു പൊറാത്തയാണിത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഒരു 2 കപ്പ് മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഇതങ്ങ് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ സാധാരണ വെള്ളമാണ് എടുത്തിട്ടുള്ളത്, ചൂടുവെള്ളമൊന്നുമല്ല, നോർമൽ വാട്ടറാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഒന്ന് സോഫ്റ്റാക്കി എടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഒരുപാട് നേരം ഒന്നും വെക്കുന്നില്ല, ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മിക്സിലേക്ക്, പൊട്ടറ്റോയുടെ മിക്സിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ ഉള്ളിയൊക്കെ ഇടിക്കുന്ന ആ ഒരു ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു 1/2 ടീസ്പൂൺ അയമോദകവും ചേർക്കുന്നുണ്ട്. ഇതൊക്കെ ചേർക്കുമ്പോൾ ഈ ഒരു ആലു പൊറാത്ത നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്തിട്ട് ആ ഒരു ചതച്ചെടുത്തിട്ടുള്ളത് ഒന്ന് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ ചൂടാക്കിയെടുക്കാം. കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ഒരു നല്ല മണമൊക്കെ വരും. ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ ആ ഒരു ചൂടാക്കി വെച്ചിട്ടുള്ള ആ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക് ചേർക്കാം. മല്ലിയില ഒരു കൈപ്പിടി നിറയെ മല്ലിയില ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉരുളക്കിഴങ്ങിലേക്ക് വേണ്ട ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കിനി ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല മതി. പിന്നെ എരിവ് അനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്ക് സവാളയും അങ്ങനെയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഇത്രയും തന്നെ മതിയാവും. അപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ മാവ് ഇവിടെ വെച്ചിട്ടൊരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചപ്പാത്തിയെക്കാട്ടും കുറച്ച് കൂടുതലായിട്ട് വലുപ്പത്തിൽ വേണം ഇതിൻ്റെ ബോൾസ് റെഡിയാക്കാനായിട്ട്. കുറച്ച് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഓരോ ബോളും ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടിത് പരത്തിയെടുക്കാം. ഒരുപാട് അങ്ങ് പരത്തണ്ട, കുറച്ചൊന്ന് പരത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതേപോലെ കുറച്ച് കനത്തിൽ തന്നെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് പൊട്ടറ്റോയുടെ മിക്സ് വെച്ച് കൊടുക്കാം. ഒരു 1-2 ടേബിൾ സ്പൂണൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. എന്നിട്ടിത് അതിൻ്റെ ആ ഒരു പുറത്ത് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ബാക്കി വന്നിട്ടുള്ളത് കുറച്ചൊന്ന് മുറിച്ച് മാറ്റി വയ്ക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതങ്ങ് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ആദ്യം ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. കൈകൊണ്ട് തന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് റോളർ വെച്ചിട്ട് കുറച്ച് ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് പ്രസ് ചെയ്യരുത്. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സൈഡിലേക്കൊക്കെ ആ പൊട്ടറ്റോയുടെ മിക്സ് ചാടിയിട്ട് നമ്മളിത് ആ ഒരു കറക്റ്റ് ഒരു ഷേപ്പിലൊന്നും കിട്ടില്ല. ഇതേപോലെ നന്നായിട്ടങ്ങ് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് പുറത്തേക്കൊന്നും പൊട്ടറ്റോ മിക്സ് ചാടാതെ തന്നെ പരത്തിയെടുക്കാൻ പറ്റും. പിന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളത്തോടെ തന്നെ ഒത്തിരി അങ്ങ് വേവിച്ചെടുക്കരുത്. എന്നാൽ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വരികയും വേണം. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് കുറച്ചൊന്ന് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് പൊട്ടറ്റോയുടെ മിക്സ് വെച്ച് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ടൊരു കിഴി പോലെ ആക്കിയെടുത്തിട്ട് ബാക്കി കൂടുതലായിട്ട് മാവുണ്ടെങ്കിൽ ബാക്കി അങ്ങ് ഇതിൽ നിന്നങ്ങ് മുറിച്ച് മാറ്റണം കൈകൊണ്ട് തന്നെ. എന്നിട്ടത് ഉള്ളിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പരത്തിയെടുക്കാം.
അപ്പോൾ ഇത് പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് സൈഡിലേക്ക് പ്രസ് ചെയ്യാതെ സെൻറ്ററിൽ നിന്ന് പരത്തി എടുത്താൽ മതി. അപ്പോൾ പൊട്ടിപ്പോവാതെ തന്നെ കിട്ടും. അപ്പോൾ ഇതെല്ലാം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കാനായിട്ട് ഇതുപോലൊരു അയണിൻ്റെ ഒരു തവയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. തവ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയത്തിനും ലോയിലും ഇടയിലാക്കി വെച്ചിട്ട് നെയ്യാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആലു പറാത്ത റെഡിയാക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ചേർത്തിട്ട് വേണം ഇതൊന്ന് ചുട്ടെടുക്കാനായിട്ട്. എങ്കിൽ മാത്രമേ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവൂ. ആ നെയ്യുടെയൊക്കെ ടേസ്റ്റ് വരുമ്പോഴാണ് ഈ ഒരു ആലു പറാത്ത നല്ല അതിൻ്റെ കറക്റ്റ് ആ ഒരു ടേസ്റ്റിൽ കിട്ടുന്നത്. അപ്പോൾ എല്ലാ സൈഡിലും ഇതുപോലെ തിരിച്ചു മറിച്ച് വിട്ടിട്ട് നെയ്യ് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ട് രണ്ട് സൈഡും ഒന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നെയ്യോ സൺഫ്ലവർ ഓയിലിന് പകരമായിട്ട് വേണമെങ്കിൽ ഒലിവ് ഓയിൽ വെച്ചിട്ടും ഇത് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ മറിച്ചിടുമ്പോൾ തന്നെ ഇതങ്ങ് നന്നായിട്ട് പൊങ്ങി വരും. ഒരു സൈഡിൽ നിന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ പൊങ്ങി വരും. ഇനി ആലു പൊറോത്ത ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് ആദ്യത്തെ തവണ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്